الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون وصلى الله على محمد وعلى آله وأصحابه وأتباعه وأهل بيته أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور. ഏറ്റവും ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് തഖ്വയോടെ ജീവിക്കുവാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും സൗഭാഗ്യം നൽകുമാറാവട്ടെ. വർഷങ്ങളോളം ഉസ്താദുമാരുടെ കീഴിൽ ഉള്ളത് തിന്നും കുടിച്ചും ഉള്ള സൗകര്യത്തിൽ ജീവിച്ചും സ്വന്തം വീടും നാടും വീട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ച് താൽക്കാലികമായി മാറ്റി നിർത്തി കിതാബുകളുടെ മുമ്പിൽ, ഗ്രന്ഥപാരായണത്തിന്റെ മുമ്പിൽ കഴിഞ്ഞുകൂടിയ ആലിമ്യങ്ങൾക്ക് സനദ് കൊടുക്കുന്ന ഈ സദസ്സിൽ സാക്ഷിയാവാൻ കഴിഞ്ഞ നമ്മൾ, ഇവരോടൊപ്പം നമ്മളും സൗഭാഗ്യവാന്മാരാണ്. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചു. വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമ. ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും അല്ലാഹു ഇൽമു നൽകി, അറിവ് നൽകി, വിജ്ഞാനം നൽകി. അവര് ആലിമീങ്ങളായി കഴിഞ്ഞപ്പോൾ വഖാല, അവർ രണ്ടാളും പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. വഖാല അൽഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ അടിമകൾപ്പെട്ട മറ്റുള്ള അടിമകളെക്കാൾ, മറ്റുള്ള മുഅ്മിനീങ്ങളെക്കാൾ, മറ്റുള്ള മുഅ്മിനീങ്ങളായ അടിമകൾ ഡോക്ടർമാരാവാം, എഞ്ചിനീയർമാരാവാം, ബിസിനസ്സുകാരാവാം, വിവിധ മേഖലകളിൽ അവരുടെ പ്രാഗൽഭ്യവും അവരുടെ കഴിവും തെളിയിച്ചവരാവാം. അവരെക്കാളൊക്കെ ഇൽമു നൽകിയതിന്റെ പേരിൽ അല്ലാഹു നമ്മളെ ശ്രേഷ്ഠരാക്കി, നമ്മളെ മഹത്വവൽക്കരിച്ചു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ സർവസ്തുതിയുമെന്ന് ഇൽമ ലഭ്യമായ രണ്ട് പ്രവാചകന്മാർ അല്ലാഹുവിനെ സ്തുതിച്ചതായി പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും സൗന്ദര്യം നിറഞ്ഞ ഒരു സദസ്സിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്, ഇരിക്കുന്നത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. പരിശുദ്ധ ഖുർആനിലെ വേറൊരു ആയത്ത് കൂടി ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചു. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും തുല്യമാകുമോ? ഒരിക്കലും തുല്യമാവുകയില്ല. ഇൽമുള്ളവരും ആ ഇൽമുള്ളവരെ പോലെ ഇൽമില്ലാത്തവർ ഒരിക്കലും അവരോടൊപ്പം എത്താൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ഈ രണ്ട് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് മുമ്പ് പഠിച്ചുപോയ ആലിമ്യങ്ങളും ഉസ്താദിന്റെ മുഹിബ്ബീങ്ങളും അതേപോലെ തന്നെ ഇന്ന് പഠിച്ചിറങ്ങുന്ന ഉലമാക്കളും എല്ലാവരും ഇരിക്കുന്ന
സദസ്സിൽ വളരെ അർത്ഥവത്തായ ഒരു ഹദീസ് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ വടുതല മൂസ ഉസ്താദും മഹാന്മാരായ മൂസ മൗലാന റഹിമഹുമുള്ളയും ഈസാ ഉസ്താദും ചേലക്കളം ഉസ്താദും എല്ലാവരും കേൾപ്പിച്ചിരുന്ന ഹദീസ്, ഉലമാഉ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ. ബനി ഇസ്രായേലിൽ നിയോഗിക്കപ്പെട്ടവരെ പോലെയാണ്, ബനി ഇസ്രായേൽ നിയോഗിക്കപ്പെട്ട നബിമാരുടെ പോലെയാണ്, നബിമാരെ പോലെയാണ് എന്റെ സമുദായത്തിലെ ഈ ഇരിക്കുന്ന ആലിമ്യങ്ങൾ, ഇന്ന് സനദ് മേടിക്കുന്ന ആലിമ്യങ്ങൾ. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണേ. നബിമാരെ എത്രത്തോളം ആദരിക്കണം, നബിമാരെ എത്രത്തോളം ബഹുമാനിക്കണം. ഒരു നബി ഈ സദസ്സിലേക്ക് കയറി വന്നാൽ എന്തോ ഒരു പ്രകാശമായിരിക്കും. ഈ സദസ്സ് ഒന്നടങ്കം എഴുന്നേറ്റ് നിൽക്കും. ആ നബിയെ കാണാൻ നമ്മളെല്ലാവരും വട്ടം കൂടും. അതോ ബനി ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട യാക്കൂബ് നബിയെ പോലെ, യൂസുഫ് നബിയെ പോലെ, ഇസ്ഹാഖ് നബിയെ പോലെ, സുലൈമാൻ നബിയെ പോലെ, ആ മഹത്തരമായ നബിമാരെ പോലെയാണ് എന്റെ സമുദായത്തിലെ ഉലമാക്കൾ, ആലിമീങ്ങൾ, പണ്ഡിതന്മാരെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, 73 വർഷം പൂർത്തിയാവുന്ന 73ാം വർഷത്തിലേക്കോ മറ്റോ കടന്ന ഹിദായത്തുൽ ഇസ്ലാം അറബിക് കോളേജ് എന്ന ഈ മഹത്തായ സ്ഥാപനം കേരളത്തിന് അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന സ്ഥാപനമാണ്. അതിന്റെ തലപ്പത്ത് ഇരിക്കാൻ കഴിഞ്ഞ ഇതിന്റെ മാനേജ്മെന്റ് സൗഭാഗ്യവാന്മാരാണ്. കാരണം നമ്മളെക്കാൾ പ്രായം ഇതിനുണ്ട്. ഒരുപക്ഷെ സൈനുദ്ദീൻ ഹാജി അവരായിരിക്കാം ഈ സ്ഥാപനത്തെക്കാൾ പ്രായമുള്ള ഒരു വ്യക്തിയായി ഇവിടെ ഇരിക്കുന്നു. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, സലാമത്ത് നൽകട്ടെ. കാരണം വടുതല ഉസ്താദിനോടൊപ്പം, ഈസാ ഉസ്താദിനോടൊപ്പം അതേ തണലിൽ നിന്ന് പ്രവർത്തിച്ച ഒരു മഹാനാണ് ഇരിക്കുന്നത്. നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. നമ്മളെക്കാൾ പ്രായമുള്ള ഹിദായത്ത്, ഇന്ന് ഞാനൊരു സ്ഥലത്ത് ചുങ്കപ്പാറയിൽ ഒരു പ്രഭാഷണത്തിന് പോയി മടങ്ങി വന്നതേ ഉള്ളൂ. അവിടെ ഒരു ആലിമുമായി പരിചയപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഇന്നിവിടെ സനതാണ്, വരാൻ പറ്റിയെങ്കിൽ വാ എന്ന് പറഞ്ഞപ്പോ ഞാനും അവിടെ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയാണെന്ന് ഒരു 50-55 വയസ്സ് കഴിഞ്ഞ ഉസ്താദ് പറയുകയുണ്ടായി. എവിടെ ചെന്നാലും ഹിദായത്തിന്റെ വിദ്യാർത്ഥികളെ കാണാൻ കഴിയുന്നു. നല്ല മനോഹരമായി അവർ പ്രസംഗിക്കുന്നു. ഇവിടെ ഇന്ന് കേൾപ്പിച്ച ഖിറാഅത്ത് പോലെ മനോഹരമായി അവർ ഖിറാഅത്ത് നടത്തുന്നു. പക്ഷെ ഇന്ന് ഉലമാക്കൾക്ക് കുറവുണ്ടോ? ഹാഫിളുകൾക്ക് കുറവുണ്ടോ? എത്രയോ ഉലമാക്കൾ ഈ രാജ്യത്തുണ്ട്, എത്രയോ ഹാഫിളുകൾ ഈ രാജ്യത്തുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജ്യം അതീവ ഗുരുതരമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അതീവ ഗുരുതരമായ സാഹചര്യത്തിലൂടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു, അസമില് രാത്രിക്ക് രാത്രി മന്ത്രിസഭ കൂടിയിട്ട്, അസാധാരണമായി രാത്രി മന്ത്രിസഭ കൂടിയിട്ട് അസാമില് മുസ്ലിങ്ങൾ നടത്തുന്ന അവരുടെ നിക്കാഹ് എടുത്തു കളഞ്ഞ് അവരുടെ സിവിൽ കോഡ് അനുസരിച്ച്, ഏക സിവിൽ കോഡ് അനുസരിച്ചുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനെ സംബന്ധിച്ച് മന്ത്രിസഭ പാസാക്കുകയും അത് വിളംബരം ചെയ്യുകയും രാജ്യത്തിന്റെ പത്രമാധ്യമങ്ങളും മീഡിയകളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏക സിവിൽ കോഡിന്റെ അതുപോലെ തന്നെ പൗരത്വ ബില്ലും ഒക്കെ നടപ്പിലാക്കാൻ പോകുന്ന വെമ്പൽ കൊള്ളുകയാണ്. ഒരുപക്ഷെ അടുത്ത ദിനപത്രത്തിൽ അതായിരിക്കും നമ്മൾ വായിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള വലിയൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒപ്പം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരികളും മതനിരാസത്തിലേക്ക്, യുക്തിവാദത്തിലേക്ക്, ഇസ്ലാമിനെ പരിഹസിക്കുന്ന, അതോ യൂട്യൂബിൽ വന്നിരുന്ന സോഷ്യൽ മീഡിയകളിൽ വന്നിരുന്നുകൊണ്ട് പ്രവാചകനെ ദാരുണമായി പരിഹസിക്കുന്ന, പ്രവാചകന്റെ വിവാഹത്തെ, ശരീഅത്തിന്റെ നിയമങ്ങളെയൊക്കെ ശക്തമായി വിമർശിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. മുസ്ലിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞാലും വർഗീയവൽക്കരിക്കുന്ന, ഇങ്ങോട്ട് തിരിഞ്ഞാലും വർഗീയവൽക്കരിക്കുന്ന, എന്തിനും വർഗീയവൽക്കരിക്കുന്ന, ഒരു 27 പിള്ളേര് മൈതാനത്ത് കയറുന്ന കളിച്ചപ്പോൾ അതിനെ വർഗീയവൽക്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നീങ്ങുന്നത്. ഇവിടെയെല്ലാം ഈ ഇരിക്കുന്ന ഉലമാക്കൾ, ഇന്നിവിടെ സനദ് വാങ്ങുന്ന ഈ 2 മൗലവിമാർ, 2 ആലിമീങ്ങൾ, മാഷാ അല്ലാഹ്, അവര് പ്രവർത്തനത്തിന്റെ വലിയൊരു മൈതാനത്തേക്കാണ് കടന്നു പോകുന്നത്. ഞാൻ അതാണ് സൂചിപ്പിച്ചു വരുന്നത്. മൂസ മൗലാന അവர்கள் എന്നും പറയും, ആലിമീങ്ങളുടെ പ്രവർത്തന മൈതാനം
അത് വിശാലമാണ്. സാധാരണക്കാരൻ 40 ദിവസം പോകുന്നു, സാധാരണക്കാരൻ 4 മാസം പോകുന്നു. അത് അവരുടെ പ്രവർത്തന മേഖലയാണെങ്കിൽ 40-ന്റെയും 4-ന്റെയും വർഷത്തിന്റെയും അപ്പുറമാണ് ആലിമ്യങ്ങളുടെ പ്രവർത്തനത്തിന്റെ മൈതാനമെന്ന് മഹാനായ മൂസാ മൗലാന അവറുകൾ ഇത്തരം സന്നദ്ധാന സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതായി കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്, ആലിമ്യങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒന്നാമത്തെ ഗുണം ഹരീസുൻ, സമൂഹത്തിന്റെ വിഷയത്തിൽ, സാമൂഹ്യ വിഷയത്തിൽ അതീവ ശ്രദ്ധയുള്ളവരായിരിക്കണം. അതീവ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഒരു തുരുമ്പ് വീണാൽ, ഒരു അപശബ്ദം കേട്ടാൽ, ഇസ്ലാമിക വിരുദ്ധമായ ഒരു ശബ്ദം കേട്ടാൽ ആലിമ്യങ്ങൾ സടകുടഞ്ഞ് എഴുന്നേറ്റ് ഈ രാജ്യത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ശരീഅത്തിനെ ശക്തമായി അവര് പറയുകയും പ്രഘോഷിക്കുകയും കേൾപ്പിക്കുകയും ഏത് വർഗീയതയുടെ തീപ്പൊരി വീണാലും അതിനെ ഊതിക്കെടുത്താൻ കഴിവുള്ള ആലിമ്യങ്ങളാവണം. അതാണ് ഖുർആൻ പറയുന്നത് ഹരീസുൻ. സമൂഹത്തിന്റെ, ഉമ്മത്തിന്റെ, സമുദായത്തിന്റെ ഏത് പ്രശ്നത്തിലും ഇടപെടുന്നവരായിരിക്കണം. ഈ കഴിഞ്ഞ ദിവസം പൂഞ്ഞാറിലെ സംഭവം ഉണ്ടായപ്പോൾ നിമിഷം കൊണ്ട് ഇവിടുത്തെ 2 MLA-മാരെ എനിക്ക് വിളിക്കാൻ കഴിഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിക്കാൻ കഴിഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ടവരുടെ യോഗം വിളിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് നല്ലൊരു പര്യാവസാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഉലമാക്കളെ സംബന്ധിച്ച് പറയപ്പെടുന്നത് അവർ സാംസ്കാരിക നേതാക്കന്മാരാണ്. നമ്മള് കേരളത്തിലെ സാംസ്കാരിക നേതാക്കന്മാരെന്ന് കേട്ടിരിക്കുന്നത് കെ രാധാകൃഷ്ണനെയാണ്, അല്ലെങ്കിൽ സുകുമാർ അഴീക്കോടിനെയാണ്. ഇങ്ങനെയുള്ളവരെയാണ് സാംസ്കാരിക നേതാക്കന്മാരായി അവരോധിക്കപ്പെട്ടതെങ്കിൽ ഈ രാജ്യത്തിന്റെ, ഈ സമൂഹത്തിന്റെ സാംസ്കാരിക നേതാക്കന്മാർക്കാണ് ഇന്നിവിടെ സനത് നൽകപ്പെടുന്നത്. അതുകൊണ്ട് ഹരീസുൻ, സമൂഹത്തിന്റെ വിഷയത്തിൽ അതീവ തൽപരരായിരിക്കണം. 2, റഊഫുൻ, അവര് വിട്ടുവീഴ്ചയുള്ളവരായിരിക്കണം. തന്മയത്വത്തോടെ, സ്നേഹത്തോടെ, വിനയത്തോടെ സമൂഹത്തിന്റെ വിഷയത്തിൽ ഏതെല്ലാം കൂരമ്പുകൾ നേരെ വന്നാലും അതിനെ ഒക്കെ വളരെ തന്മയത്വത്തോടെ നേരിടാൻ കഴിയുന്ന റഊഫുകളായിരിക്കണം, വിട്ടുവീഴ്ച മനോഭാവമുള്ളവരായിരിക്കണം ഉലമാക്കൾ എന്നോ. 2, റഹീം, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുമ്പന്തിയിൽ നിൽക്കുന്നവരായിരിക്കണം ഉലമാക്കൾ. റഹീം, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞ സിഫത്തുകളാണ് ഉലമാക്കൾക്ക് ഉണ്ടാവേണ്ടത്. നബിമാരുടെ അനന്തരാവകാശികളാണ് ഇരിക്കുന്നത്. ഇനിയൊരു നബി വരാനില്ലല്ലോ. ഇനി ഏതൊരു നബിയാ വരാനുള്ളത്? ഓരോ ഉലമാക്കളും ഓരോ പ്രദേശത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ട നബിമാരെ പോലെയാണ്. അതുകൊണ്ട് നബിമാരുടെ ഗുണമാണ്, നബിമാരുടെ സിഫത്തുകളാണ് ഉലമാക്കൾക്ക് ഉണ്ടാവേണ്ടത്. അതിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണമായി ഖുർആൻ പറയുന്നത് ഹരീസ്, റഊഫ്, റഹീം. ഒരു രോഗി നമ്മുടെ നാട്ടിലുണ്ട്, ഒരു പ്രയാസം അനുഭവിക്കുന്ന നാട്ടിലുണ്ട്. അവൻ ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, മുസ്ലിം ആവട്ടെ, ജാതിയുള്ളവനാവട്ടെ, ജാതി ഇല്ലാത്തവനാവട്ടെ, ഏത് വർഗത്തിൽ ജീവിക്കുന്നവനാണെങ്കിലും റഹീം, ജീവകാരുണ്യം അവനിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന, ജീവന്റെ കാരുണ്യം എത്തിച്ചു കൊടുക്കുന്ന പണ്ഡിതനായി മാറണമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. 4ാമത് ഇരിക്കുന്ന ഉലമാക്കൾക്ക് ഉണ്ടാവേണ്ട, ഞാനടക്കം ഇൻശിറാഹുൽ ഖൽബ്, വിശാലമായ ചിന്ത. ഗ്രൂപ്പിനപ്പുറം, പാർട്ടിക്കപ്പുറം, സംഘടനയ്ക്കപ്പുറം, പ്രസ്ഥാനത്തിനപ്പുറം ഞാൻ ഇന്ന സംഘടനക്കാരനാണ്, ഞാൻ ഇന്ന പ്രസ്ഥാനക്കാരനാണ്, ഞാൻ ഇന്നയാളാണ്, ഇന്നതിന്റെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ് എന്നതല്ല. അത് അവരുടെയൊക്കെ പ്രവർത്തന മേഖലയാണ്. പക്ഷെ അതിലപ്പുറം ഉമ്മത്തെ മുസ്ലിം സമുദായം എന്ന ആ ഇൻശിറാഹുൽ ഖൽബ്, അതാണ് ഉലമാക്കൾക്ക് ഉണ്ടാവേണ്ടത്. എന്റെ മുമ്പിൽ വരുന്നവൻ ആരുമാവട്ടെ, ഏത് സംഘടനക്കാരുമാവട്ടെ, ഏത് പ്രസ്ഥാനക്കാരുമാവട്ടെ, ഏത് രൂപത്തിൽ ചിന്തിക്കുന്നവനുമാവട്ടെ, അവന്റെ ഹിദായത്തിന് വേണ്ടിയാണ് ഒരാലിമ് പ്രവർത്തിക്കേണ്ടത് എന്ന് അലം നശ്റഹ് ലക സദ്റക്, അലം നശ്റഹ് ലക സദ്റക്, നബിയെ അങ്ങയുടെ ഹൃദയം വിശാലമാക്കി തന്നില്ലേ. ഇതാണ് നബിമാർക്കുണ്ടായിരുന്ന സിഫത്ത്. ആ സിഫത്താണ് നബിമാരുടെ വറാസത്ത്, നബിമാരുടെ അനന്തരാവകാശികളായ ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്ന് സനത് വാങ്ങുന്ന ആലിമ്യങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. പിന്നെ വേണ്ട അഫ്വാണ്, മാപ്പ് കൊടുക്കുക. വലൗ കുന്ത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളു മിൻ ഹൗലി, അങ്ങ് കടുത്ത ഹൃദയമുള്ളവരാണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ദേഷ്യക്കാരനായ ആലിമാണെങ്കിൽ, കാർക്കശ്യക്കാരനായ
ആണെങ്കിൽ നിന്നോടൊപ്പമുള്ളവരൊക്കെ പിരിഞ്ഞു പോകുവേ, നിന്റെ കൂടെ ആരും ഉണ്ടാവില്ല. ഞാൻ മിമ്പറും മെഹ്റാബും കൈകാര്യം ചെയ്യുന്നത് കാർക്കശക്കാരനാണെങ്കിൽ ആ മിമ്പറിന്റെ മെഹ്റാബിന്റെ ചുവട്ടിൽ വന്നിരിക്കാൻ ഈ ഉമ്മത്തിൽ ആരും ഉണ്ടാവില്ല. ഞാനൊരു മുദരിസാണെങ്കിൽ എന്നോടൊപ്പമുള്ള കുഞ്ഞുങ്ങളോട് എനിക്ക് അലിവുണ്ടാവണം, വിട്ടുവീഴ്ച ഉണ്ടാവണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത്, വലൗ കുന്ത ഫളൻ ഖലീലൽ ഖൽബി ലം ഫളു മിൻ ഹൗലിക്. പിന്നെയോ ഉലമാക്കൾക്കുണ്ടാവുന്ന യുസക്കീഹും, ഒരു നാടിനെ പരിശുദ്ധപ്പെടുത്തണം. പിന്നെയോ വയുഅല്ലിമുഹുൽ കിതാബ്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അത് സവിസ്തരം വിശാലമായി പഠിപ്പിച്ചു കൊടുക്കണം. എട്ടാമതായി പറയുന്ന വൽ ഹിക്മ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പഠിപ്പിച്ചു കൊടുക്കണം. ഹദീസുകളെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. സുന്നത്തിനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഉലമാക്കൾക്ക് ഉണ്ടാവേണ്ട 8 ഗുണങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് പതുക്കെ കടന്നു വരികയാണ്. ദീൻ നിലനിൽക്കുന്നത്, ശരീഅത്ത് നിലനിൽക്കുന്നത്, ഈ രാജ്യം നിലനിൽക്കുന്നത് ഉലമാക്കളെ കൊണ്ടാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുന്നണി പോരാളിയായിരുന്ന 2 മൗലാനമാരുടെ കഥ അറിയില്ലേ? പിന്നീട് വന്ന മൗലാനമാരുടെ കഥ അറിയില്ലേ? ഞാനും നിങ്ങളും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കുന്നത് ഉലമാക്കൾ മുമ്പന്തിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ മദീനത്തെ പള്ളി, ആ മദീനത്തെ പള്ളി ഇതേപോലെ ദറസുണ്ടായിരുന്നു. അസ്ഹാബു സുഫ, അഹ്ലുസ് സുഫ എന്നാണ് പറയുന്നത്. ഇന്ന് മദീനത്തെ പള്ളി പോയി കഴിഞ്ഞാൽ റൗദയുടെ തൊട്ട് പുറകിൽ ഒരു 2 അടി പൊക്കത്തിൽ ഒരു തിണ്ണ കാണാം. ആ തിണ്ണയുടെ പുറത്ത് കയറിയിരിക്കാൻ വേണ്ടി ആളുകൾ തിരക്ക് കൂട്ടുന്ന കാണാം. 100 ചില്ലുവാനും മുത്തഅല്ലിമീങ്ങൾ, ദറസിൽ പങ്കെടുത്ത മുത്തഅല്ലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഫിഖ്ഹും ഹദീസും ഖുർആനും കേൾക്കാൻ വേണ്ടി അവരുടെ തീറ്റയും അവരുടെ ഉറക്കവും അവരുടെ കിടത്തവും ഒക്കെ ആ തിണ്ണയിലായിരുന്നു. അവരുടെ ജീവിതവും മരണവും അവിടെയായിരുന്നു. എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുകൊടുത്താൽ അവരത് കഴിക്കും. അങ്ങനെയുള്ള അസ്ഹാബു സുഫ കേട്ട, ആ തിണ്ണയിൽ കഴിഞ്ഞുകൂടിയ മുത്തഅല്ലിമീങ്ങൾ കേട്ട ഖുർആനും ഹദീസും ഫിഖ്ഹും താരീഖും ആ സഹാബികളിൽ നിന്നും താബീങ്ങൾ കേട്ടു. താബീങ്ങളിൽ നിന്നും തബഅ താബീങ്ങൾ കേട്ടു. തബഅ താബീങ്ങളിൽ നിന്നും സലഫുകൾ കേട്ടു. അവരിൽ നിന്നും അടുത്ത ഉലമാക്കൾ കേട്ടു. അവരിൽ നിന്നോ ഇന്ത്യ രാജ്യത്തെ ഉലമാക്കളിൽ മുമ്പന്തിൽ നിന്ന് ദയൂബന്ദിലെ ഉലമാക്കൾ ഖാസിം നൂത്തവി റഹിമഹുള്ളയെ പോലെ, മഹത്തുക്കളായ അഷ്റഫ് അലി താനവി റഹിമഹുള്ളയെ പോലെയുള്ള, അൻവർ ഷാ കശ്മീരി റഹിമഹുള്ളയെ പോലെയുള്ളവർ അവരുടെ ഉസ്താദുമാരിൽ നിന്നും കേട്ടു. അവരിൽ നിന്നും ഞങ്ങളുടെ ഉസ്താദുമാർ കേട്ടു. ആ ഉസ്താദുമാരിൽ നിന്നും ഞങ്ങൾ കേട്ടു. ഞങ്ങൾ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. അതാണ് ഇവിടെ നൽകപ്പെടുന്ന സനദ്. ബഹുമാനപ്പെട്ട നമ്മുടെ നാസറുദ്ദീൻ ഉസ്താദിന്റെ സനദ് ഏതാണ്? എന്താ ഈ സനദ് എന്ന് പറഞ്ഞാൽ? നാസറുദ്ദീൻ ഉസ്താദിന്റെ ഉസ്താദായ എൻ.എം. യൂസുഫ് ഉസ്താദിൽ നിന്നും ഹദീസ് കേട്ടു. എൻ.എം. യൂസുഫ് ഉസ്താദിൽ നിന്നും അബുൽ ബുശ്ര ചേലക്കളം ഉസ്താദ് കേട്ടു. ചേലക്കളം ഉസ്താദോ ബാക്കിയാത്തിലെ ഉസ്താദുമാരിൽ നിന്ന് കേട്ടു. ബാക്കിയാത്തിലെ ഉസ്താദുമാരോ അത് ദൈവബന്ധിലെ ഉലമാക്കളിൽ നിന്ന് കേട്ടു. ദൈവബന്ധിലെ ഉലമാക്കളോ ഹദീസ് അത് മദീനത്തെ ഉലമാക്കളിൽ നിന്ന് കേട്ടു. അവര് അങ്ങനെ പോയി താബീങ്ങളിലെത്തി, താബീനിലേക്ക് എത്തി, താബീൽ നിന്ന് സഹാബിലേക്ക് എത്തി, സഹാബിൽ നബിയിലേക്ക് എത്തി, നബിയിൽ നിന്നും ജിബ്രീലിലേക്ക് എത്തി, ജിബ്രീലിൽ നിന്നും അല്ലാഹുവിലേക്ക് എത്തി. ആ അല്ലാഹുവിൽ നിന്ന് വന്ന കൃത്യമായ ഹദീസിന്റെ സനദിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ നൽകുന്നത്. അത് കേവലം ഒരു സർട്ടിഫിക്കറ്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അഹ്ലുസ് സുഫയിലെ, അസ്ഹാബു സുഫയിലെ വളരെ പ്രധാനപ്പെട്ട 3-4 സഹാബിമാർ, ആലിമീങ്ങളായ 3-4 സഹാബിമാരുടെ ഞാൻ അവരുടെ പേര് പറയുകയാണ്. നിങ്ങൾ റളിയല്ലാഹു അൻഹു പറയണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഈ ഉമ്മത്തിന്റെ ആലിമാൻ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിന്റെ ഖാരിയാണ്. മനോഹരമായി ഖുർആൻ ഓതുന്ന ആളാണ്. ഈ ഉമ്മത്തിന്റെ ഖാരിയാണ്. അവിടുന്നാണ് ഇന്നിവിടെ ഓതിക്കേൽപ്പിച്ച ഖിറാഅത്തിന്റെ സനദ് എത്തുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിന്റെ മുഫസ്സിറാണ്. ഈ ഉമ്മത്തിന്റെ മുഫസ്സിറാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. തഫ്സീറിന്റെ ഖുർആനിന്റെ പണ്ഡിതനാണ്. സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിലെ ഫറായിദ്
ഫറായിദ് എന്ന് പറയുമ്പോൾ ഉലമാക്കൾക്ക് മനസ്സിലായി അനന്തരാവകാശ സ്വത്ത് എങ്ങനെ വീതിക്കണം. അത്ത മരിച്ചുപോയാൽ അത്താണ് സ്വത്ത് അമ്മക്ക് എത്ര കിട്ടും, ആ അത്താണ് മക്കൾക്ക് എത്ര കിട്ടും, പെൺമക്കൾക്ക് എത്ര കിട്ടും എന്ന ഈ ദായക്രമം അത് ശരിക്കും പഠിച്ചു വെച്ചത് സഹാബികളുടെ കൂട്ടത്തിൽ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിന്റെ ഏറ്റവും ദായക്രമത്തെ കുറിച്ച് പഠിച്ച സഹാബിയാണ് എന്ന് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി തങ്ങൾ സനദ് കൊടുത്തു. അതാണ് നബിയുടെ സനദ്. നബി എന്താ പറഞ്ഞത്? മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു കുറിച്ച് ഉലമാഉം ആലിം ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ ആലിമ, അതൊരു സനദാണ്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കുറിച്ച് പറഞ്ഞത് ഖാരി ഉമ്മത്തി, അതൊരു സനദാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുറിച്ച് പറഞ്ഞത് ഹിബ്ർ ഹാദിൽ ഉമ്മ, അത് നബി തങ്ങൾ കൊടുത്ത സനദാണ്. ആ സനദിന്റെ മറ്റൊരു രൂപമാണ് ഇന്നിവിടെ നൽകപ്പെടുന്നത് എന്ന് ഇതിനെ ഹാജരായവർ മനസ്സിലാക്കുമ്പോൾ ഈ അസ്ഹാബു സുഫയിലെ ഉലമാക്കളായ സഹാബികൾ അവർക്ക് കിട്ടിയ പ്രവർത്തന മേഖലകളിലേക്ക് അവർ കടന്നു ചെന്നു. മക്കയിൽ പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ ഇൽമും മക്കയിൽ കൊടുത്തു. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു മദീനയിൽ പ്രവർത്തിച്ചു. ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു ബസ്രയിൽ പ്രവർത്തിച്ചു. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഇവിടെ പ്രവർത്തിച്ചു, കൂഫയിൽ പ്രവർത്തിച്ചു. ഓരോ ആലിമീങ്ങളും അവരവരുടെ പ്രവർത്തന മേഖലയുമായി ഓരോ പ്രദേശത്തിലേക്ക് കടന്നു ചെന്നപ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എന്റെ വിഷയത്തെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ഈ രാജ്യത്തെ ആലിമീങ്ങളുണ്ട്. മന്നാനിയിൽ നിന്ന് ആലിമീങ്ങൾ ഇറങ്ങുന്നു, കൗസരിയിൽ നിന്ന് ആലിമീങ്ങൾ ഇറങ്ങുന്നു, ഹസനിയാൽ ഇറങ്ങുന്നു, കാശിഫുൽ ഉലൂമിൽ ഇറങ്ങുന്നു, കശാഫിൽ നിന്ന് ഇറങ്ങുന്നു, നജ്മുൽ ഹുദായിൽ ഇറങ്ങുന്നു, സഖാഫികളായി ഇറങ്ങുന്നു, ബാഖവികളായി ഇറങ്ങുന്നു, ഖാസിമികളായി ഇറങ്ങുന്നു, ഹുദവികളായി ഇറങ്ങുന്നു, ഫൈലികളായി ഇറങ്ങുന്നു. ഇന്ന് ഈ വർഷം തന്നെ ആയിരക്കണക്കിന് ആലിമീങ്ങൾക്ക് ഈ കൊല്ലം തന്നെ സനദ് കൊടുത്തു. പക്ഷേ ഉമ്മത്തിന്റെ പ്രശ്നം പരിഹരിക്കുമോ? ഉമ്മത്തിന്റെ പ്രശ്നം പരിഹരിക്കുമോ? പരിഹരിക്കപ്പെടുന്നില്ല. ആലിമീങ്ങളെ കൊണ്ട് ഉമ്മത്തിന്റെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ മഹാനായ മൂസാ മൗലാന പറഞ്ഞതുപോലെ, മൂസാ മൗലാന റഹിമത്തുല്ലാഹി അലൈഹി മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ കേരളത്തിലെ പ്രഗത്ഭനായ ഒരു ആലിമ് മൂസാ മൗലാന റഹിമത്തുള്ളാഹിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ദാ ഈ പയ്യന് വേണ്ടി ദുആ ചെയ്യണേ, ഈ പയ്യൻ ഹിഫ്ളിൽ പഠിക്കാന്ന് പറഞ്ഞു. ശ്രദ്ധിച്ച് കേൾക്കാം, വെള്ളം പിന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ച് കേൾക്കാം. ഈ പയ്യന് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞു. മൂസാ മൗലാന റഹിമത്തുള്ളാഹി ദേഷ്യപ്പെട്ടിട്ട് തിരിഞ്ഞിരുന്നു. നീ എന്തായി പറയുന്നത്? ദുആ ചെയ്യാനോ? അതെ, ഹിഫ്ള് പഠിക്കാനോ ദുആ ചെയ്യണമെന്ന്. ഹിഫ്ള് പഠിക്കാന്ന് പറയാ. ഈ കുട്ടിയെ കുറിച്ച് പറയേണ്ടത് അള്ളാഹുവിന്റെ വലിയാകാൻ പഠിക്കുന്നു എന്നാ പറയേണ്ടത്. മൗലാന പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ വലിയാകാൻ പഠിക്കുന്നു എന്ന് പറയാം. എന്നാൽ ഞാൻ ദുആ ചെയ്യാമെന്ന് മൗലാന പറഞ്ഞു. അങ്ങനെ മൗലാന കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്തു. പ്രിയമുള്ളവരെ, ആലിമീങ്ങൾ വലിയാകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 8 സിഫത്തുകൾ ഉണ്ടല്ലോ, നബിമാർക്കുണ്ടായിരുന്ന സിഫത്തുകൾ. ആ സിഫത്തുകൾ സംശീകരിച്ച ഉലമാക്കളായ 8 ഗുണങ്ങൾ സംശീകരിച്ച് ഈ രാജ്യത്ത് ഓരോ മഹല്ലിൽ പ്രവർത്തിക്കുമ്പോൾ അവർ അല്ലാഹുവിന്റെ വലിയായി മാറുന്നു, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടവരായിത്തീരുന്നു. ഇനി രാജ്യത്തിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം ഒന്നേയുള്ളൂ. 2024 പാർലമെന്റിന്റെ തെരഞ്ഞെടുപ്പ് വരികയാണ്. അല്ലാഹുവിന്റെ വലിയകളായ ഉലമാക്കളെ കൊണ്ട് മാത്രമേ ഈ രാജ്യത്തിൽ മാറ്റം വരികയുള്ളൂ. കേവലം ഉലമാക്കളെ കൊണ്ട് മാറ്റം വരില്ല, കേവല ഹാഫിളുകളെ കൊണ്ട് മാറ്റം വരില്ല, വലിയകളായ ഉലമാക്കളെ കൊണ്ട് മാറ്റം വരികയുള്ളൂ. നോക്കൂ നിങ്ങൾ, ഞാൻ ചെറിയൊരു സംഭവം പറഞ്ഞു തരാം. അബൂ യസീദ് അൽ ബിസ്താനി റഹിമഹുല്ലാഹ്, ഉലമാക്കൾ കേട്ടിട്ടുള്ള പേരാണ്. അബൂ യസീദ് അൽ ബിസ്താനി റഹിമഹുല്ലാഹ് തസവ്വുഫിന്റെ ആലിമാണ്, സൂഫിയായിരുന്നു. തസവ്വുഫിന്റെ തരീഖത്തിന്റെ എല്ലാ സിൽസിലകളും അംഗീകരിക്കുന്ന ഒരു ആലിമായിരുന്നു, പണ്ഡിതനായിരുന്നു അബൂ യസീദ് അൽ ബിസ്താനി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിന് ജന്മം നൽകി. വാപ്പയുണ്ടായിരുന്നില്ല, വാപ്പ മരിച്ചുപോയി. അബൂ യസീദ് യതീമായിട്ടാണ് ജനിച്ചു വീഴുന്നത്. യതീമായ അബൂ യസീദ് ഒരു കുഞ്ഞായി 5 വയസ്സായി 6 വയസ്സായപ്പോൾ ആ ഉമ്മയോട് ആരോ പറഞ്ഞു, നാട്ടിൽ ഒരു ഉസ്താദ് ദർസ് നടത്തുന്നുണ്ട് എന്ന്. നാട്ടില് ഒരു ഉസ്താദ് ദർസ് നടത്തുമെന്ന് ആരോ പറഞ്ഞു.
നല്ല ഉസ്താദാണ്, അള്ളാഹുവിന്റെ വലിയായ ഉസ്താദാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉസ്താദാണ്, കരയുന്ന ഉസ്താദാണ്, കുട്ടികളെ ശ്രദ്ധിക്കുന്ന ഉസ്താദാണ്, കുഞ്ഞുങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദാണ് എന്ന് പറയപ്പെട്ടപ്പോൾ ആ ഉമ്മ അബൂ യസീദിനെ ഒക്കത്തെ എടുത്ത് ഉസ്താദ് പഠിപ്പിക്കുന്ന ദറസിലെത്തിയിട്ട് ഉസ്താദിനെ കണ്ടിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഹാഫിദാക്കണമെന്നല്ല പറഞ്ഞത്, ഈ കുഞ്ഞിനെ ആലിമാക്കണമെന്നല്ല പറഞ്ഞത്. ആ ഉമ്മ പറഞ്ഞു, ഈ കുഞ്ഞിനെ വലിയാക്കി തരണേ ഉസ്താദേ എന്ന്. ഈ കുഞ്ഞിനെ വലിയാക്കി തരണം, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെപ്പെട്ട ആളാക്കി തരണേ എന്ന്. ഉസ്താദ് പറഞ്ഞു, ശരി, നിങ്ങൾ പോയിക്കോ, ഞാൻ അത് ഏറ്റു എന്ന് പറഞ്ഞു. ഉസ്താദിന്റെ ദറസിൽ ഒരു കുഞ്ഞിനെ പോലെ ഒരു ചെറിയ കുഞ്ഞായി വന്നു. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്നു ഉസ്താദ്, അതിനെ താരാട്ടുപാടി ഉസ്താദ്. ആ ഉസ്താദ് ആ കുഞ്ഞിന്റെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു. ഒരു പിതാവിനെ പോലെ ഒരു ഉസ്താദ് ആ കുഞ്ഞിനെ വളർത്തിയെടുത്തു. 6-7 വയസ്സായപ്പോൾ ആ കുഞ്ഞിന് ഹിഫ്ള് പഠിക്കാൻ കൊടുത്തു. ആ കുഞ്ഞിങ്ങനെ ഖുർആൻ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു. വർഷങ്ങൾ കടന്നുപോയപ്പോ ആ കുഞ്ഞിന് തിരിച്ചറിവുണ്ടായി കഴിഞ്ഞപ്പോ ആ കുഞ്ഞ് പറഞ്ഞു ഉസ്താദിനോട്, ഉസ്താദിന്റെ മുറിയിൽ ഇങ്ങനെ കുട്ടി പതുക്കെ പേടിച്ച് ഭയന്ന് ഉസ്താദിന്റെ മുറിയിൽ ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, എനിക്ക് എന്റെ ഉമ്മച്ചിനെ കാണാൻ പോണം, എന്റെ ഉമ്മച്ചിനെ കണ്ടിട്ട് കുറെ കൊല്ലമായി, എന്റെ ഉമ്മച്ചിനെ കാണാൻ പോണെന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, പോണ്ട, നീ വലിയായിട്ട് നിന്റെ ഉമ്മ പറഞ്ഞ നിന്നെ വലിയാക്കി തരണമെന്നാണ്, അതുകൊണ്ട് നീ ഇപ്പൊ പോണ്ടെന്ന് പറഞ്ഞു. ആ കുഞ്ഞ് അവിടെ കിടന്ന് ഉസ്താദിന്റെ മുറിയുടെ മുമ്പിൽ കിടന്ന് കരയാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് കരഞ്ഞു. അവസാനം ഉസ്താദിന് അലിവ് തോന്നിട്ട് ഉസ്താദ് പറഞ്ഞു, നീ ഇന്ന് 5 പേജോ മറ്റോ കൂടുതൽ ഖുർആൻ ഇന്ന് കേൾപ്പിക്കുകയാണെങ്കിൽ, കാണാതെ കേൾപ്പിക്കുകയാണെങ്കിൽ, ഒരു ദിവസം 1 പേജ് 1/2 പേജാ കേൾപ്പിക്കുന്നത്, ഇന്ന് 5 പേജ് കേൾപ്പിക്കാൻ നിന്നെ വീട്ടിൽ വിടാമെന്ന് പറഞ്ഞു. ഉസ്താദ് വിചാരിച്ച 5 പേജ് അവൻ കേൾപ്പിക്കാൻ പോകുന്നില്ല, വീട്ടിൽ പോയിരിക്കാൻ വേണ്ടി ഉസ്താദ് എടുത്ത അടവാണ്. പക്ഷെ ആ കുഞ്ഞുണ്ടല്ലോ, അബൂ യസീദ് എന്ത് ചെയ്തെന്നറിയോ? ആ മൂലയ്ക്ക് പോയിരുന്നു, പച്ചവെള്ളം ഇറക്കാതെ ആടിയിരുന്ന് ആ കുഞ്ഞ് നേരം വെളുത്തപ്പോൾ 5 പേജും ഉസ്താദിന്റെ മുമ്പിൽ വന്നിരുന്ന് പച്ചവെള്ളം പോലെ കേൾപ്പിച്ചു. ഉസ്താദ് അത്ഭുതപ്പെട്ടു പോയി. ഉസ്താദ്, ഇനി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കോ മോനെ എന്ന് പറഞ്ഞു. ഉമ്മാനെ കണ്ടിട്ട് വേഗം വരണേ, പാപ്പയില്ലല്ലോ, ഉമ്മാനെ കണ്ടിട്ട് വേഗം വരണേ എന്ന് പറഞ്ഞു. ആ കുഞ്ഞ് നടന്ന് കിട്ടിയ വാഹനത്തിലോ മറ്റൊക്കെ കയറി ഇറങ്ങി ഉമ്മാനെ അന്വേഷിച്ച് വീട്ടിലെത്തി. വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നു. വീടിന് ചുറ്റിലും ആ കുഞ്ഞ് നടന്നു. ഉമ്മച്ചി എന്നിങ്ങനെ വിളിക്കുക. ഒരു കുഞ്ഞിന്റെ വിളിയുണ്ടല്ലോ, 2-3 കൊല്ലം കഴിഞ്ഞ് വരുന്ന കുഞ്ഞിന്റെ വിളി. ഉമ്മ വിളി കേൾക്കുന്നില്ല. കുറെ വിളിച്ചു, ഉമ്മ വിളി കേൾക്കുന്നില്ല. അവസാനം ജനാലിലൂടെ നോക്കുമ്പോ ഉമ്മ ദിക്റിലും ദുആയിലും ഖുർആൻ പാരായണത്തിലും കഴിഞ്ഞുകൂടുന്ന ഒരു ഉമ്മാനെയാ കണ്ടത്. ഉമ്മച്ചി എന്ന് നീട്ടി വിളിച്ചു. ഉമ്മച്ചി തലപൊക്കി നോക്കുമ്പോൾ എന്റെ പൊന്നു മോനാ വന്നത്. ഉമ്മച്ചി വാതിൽ തുറക്കും. ഉമ്മച്ചി, ഉമ്മ വാതിൽ തുറന്നില്ല. ഇല്ല മോനെ, നീ വരാറായില്ല, നീ വീട്ടിൽ വരാറായില്ല, നിന്നെ എനിക്ക് കാണാൻ സമയമായിട്ടില്ല, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. ആ കുഞ്ഞ് അവിടെ കിടന്ന് ചങ്കിലിട്ടടിച്ച് കരഞ്ഞ് അവസാനം കരഞ്ഞ കണ്ണുമായി ആ കുഞ്ഞ് പിന്നെ ഉമ്മാനെ കാണാൻ പറ്റാതെ ഉസ്താദിന്റെ ദറസിലേക്ക് മടങ്ങി വന്നു. കേൾക്കണേ, ഉസ്താദിന്റെ ദറസിലേക്ക് മടങ്ങി വന്നു. അവൻ അവിടെ ഇരുന്ന് കരയാണ്. ഉസ്താദ് സമാധാനിപ്പിച്ചു, ആശ്വസിപ്പിച്ചു. മോനെ, നീ പഠിക്ക്, നീ അള്ളാഹുവിന്റെ വലിയാവ്. ഉമ്മ എന്താ പറഞ്ഞത്? നീ വലിയായിട്ടില്ല. നീ ഒരു പക്ഷെ ഹാഫിള് ആയിട്ടുണ്ടാവാം, നീ സനത് മേടിച്ചിട്ടുണ്ടാവാം, നീ ആലിമായിട്ടുണ്ടാവാം, പക്ഷെ നീ എന്തായില്ല? നീ വലിയായില്ല. ആ ഉമ്മ എന്നെ മടക്കി വിട്ട് ഉസ്താദ് എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, നീ പഠിക്കും മോനെ. വീണ്ടും ആ കുഞ്ഞ് 16 കൊല്ലം ഉമ്മാനെ കാണാതെ 16 കൊല്ലം ആ കുഞ്ഞ ദറസിന്റെ മൂലയിൽ നിന്ന് പഠിച്ച് ഹാഫിളായി, ആലിമായി ആ കുഞ്ഞിൽ നല്ലൊരു ചെറുപ്പക്കാരനായി നിൽക്കുമ്പോൾ ഉസ്താദ് റൂമിൽ കിടന്ന് പാതിരാത്രി ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് അത്ഭുതകരമായ ഒരു സ്വപ്നം കണ്ടു. ആരെയാ സ്വപ്നം കണ്ടെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണുകയാണ്. നബി തങ്ങൾ വന്ന് പറയാൻ, ആ കുഞ്ഞിനെ വീട്ടിലേക്ക് വിടാറായി ഉസ്താദിനോട് പറയാൻ. ഉസ്താദ് ഉറക്കത്തിൽ ചാടി എഴുന്നേറ്റു.
ചാടി എഴുന്നേറ്റിട്ട് വേഗം പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അബുൽ യസീദ് അൽ ബിസ്താമി അദ്ദേഹം സുജൂദിലായി തഹജ്ജുദ് നമസ്കാരത്തിനായി കിടക്കുക. പാതിരാത്രിയിൽ തഹജ്ജുദ് നമസ്കാരത്തിനായി സുജൂദിൽ കിടക്കുന്ന കുഞ്ഞിനെയാണ് കണ്ടത്. നിസ്കാരം കഴിയുന്നവരെ ഉസ്താദ് കാത്തിരുന്നു. ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചിട്ട് കുളിച്ചിട്ട് വാമോനെന്ന് പറഞ്ഞു കുളിച്ചിട്ട് വന്നു. അങ്ങനെ ഉസ്താദ് ഒരു പുതിയ തലപ്പാവ്, ഇന്ന് സ്ഥാനവസ്ത്രം കൊടുത്തില്ലേ, സ്ഥാനവസ്ത്രം കൊടുത്തില്ലേ, നമ്മൾ ഇതിനൊന്നും നിസ്സാരവൽക്കരിക്കല്ലേ. ഒരു പുതിയ തലപ്പാവ് ഉസ്താദ് കുഞ്ഞിന്റെ തലയിൽ വെച്ചിട്ട് പറഞ്ഞു, മോനെ നീ നിന്റെ ഉമ്മാനെ പോയി കണ്ടോളാൻ പറഞ്ഞു. ഉസ്താദ് വലിയാണെന്നുള്ള സനത് കൊടുത്തു. ആലിമായി ഹാഫിളായി ആ രണ്ട് സനത് കൊടുക്കാതെ വലിയാണെന്നുള്ള സനത് കൊടുത്തു. ആ കുഞ്ഞ് ചെറുപ്പക്കാരനായ പൊന്നുമോൻ, അവിടുന്ന് ആ പൊന്നുമോൻ നടന്ന് 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 ഉമ്മാന്റെ അടുക്കലെത്തി. വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. പണ്ടെങ്ങാണ്ട് വന്ന് വീടിന്റെ ചുറ്റിനും കൊട്ടിമുട്ടിയതുപോലെ ഉമ്മ എന്ന് വിളിച്ചു. അവസാനം ഉമ്മ വിളി കേട്ടിട്ട് വാതിൽ തുറന്നു. ഉമ്മായും മോനും കെട്ടിപ്പിടിച്ച് തേങ്ങലടിച്ച് കരയുന്ന രംഗം. ഉമ്മ പറഞ്ഞു, മോനെ നീ വലിയായി, നീ അല്ലാഹുവിന്റെ വലിയായി. ഇനി രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ നിന്നിലൂടെ പടച്ചു നടത്തിക്കൊള്ളും, നാടിന്റെ പ്രശ്നങ്ങൾ നിന്നിലൂടെ പടച്ചു നടത്തിക്കൊള്ളും. ഉമ്മക്ക് സേവനം ചെയ്ത്, രാജ്യത്തിന് സേവനം ചെയ്ത് ആ കുഞ്ഞങ്ങനെ നിന്നു. കുറെ കഴിഞ്ഞപ്പോൾ ആ ഉമ്മ മരണപ്പെട്ടു പോയി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആലിമ്യങ്ങൾ ഉണ്ടാവേണ്ട 8 ഗുണങ്ങൾ ഞാൻ പറഞ്ഞു. ആലിമ്യങ്ങൾ നബിമാരുടെ അനന്തരവാസികളാണെന്ന് പറഞ്ഞു. അവരെ ഹലാലുകളെയും ഹറാമുകളെയും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ വലിയാകുമെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ വലിയകളായ ആലിമ്യങ്ങളെ കൊണ്ടാണ് രാജ്യത്തിന്റെ സർവമാന പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ആലിമിനുണ്ടാവേണ്ട അവസാനത്തെ 2 ഗുണങ്ങൾ. ഞാൻ 8 പറഞ്ഞേ. അവസാനത്തെ 2 ഗുണങ്ങൾ സഹാബാക്കളെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഗുണമാണ്. റുഹ്ബാനും ഫിൽ ലൈൽ വഫുർസാനും ബിന്നഹാർ. സഹാബാക്കളെ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞ് നിസ്കരിച്ച് കരഞ്ഞ് ദുആ ചെയ്യുന്നവരായിരുന്നു. പകലുകളിൽ കർമ്മനിരതരായിരുന്നു. ആലിമ്യങ്ങൾക്കുണ്ടാവേണ്ടത് രാത്രികാലങ്ങളിൽ നമസ്കരിച്ചുള്ള ദുആയാണ്. പകലോ ഈ ഉമ്മത്തിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, ഈ സമുദായത്തിന് വേണ്ടി, ഈ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അവർ സഹാബാക്കളെ പോലെ കർമ്മനിരതരായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പണ്ഡിതൻ ആലിമ്യങ്ങൾ എപ്പോഴും റോൾ മോഡലായിരിക്കണം. അവരുടെ വേഷം ശ്രദ്ധിക്കണേ. അവരുടെ വേഷം, അവരുടെ നടത്തം ഒരു കറാഹത്ത് ആലിമിൽ കണ്ടു കഴിഞ്ഞാൽ അവാമുകൾ, സാധാരണക്കാരത് ഹറാമായിട്ടാണ് വീക്ഷിക്കുന്നത്. ഒരാലിമി ഇടത്തേക്ക് തുപ്പുന്നതിന് പകരം വലത്തേക്ക് തുപ്പിയാൽ സാധാരണക്കാരെന്താ പറയാ, കണ്ടോ വലത്തേക്ക് തുപ്പി. ഒരു കറാഹത്ത് പോലും ആലിമികളുടെ ജീവിതത്തിൽ വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു കുഞ്ഞ്, ഇമാം അബൂ ഹനീഫത്തുൽ കുഫി റഹിമഹുള്ളാഹിയുടെ അടുക്കൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞ് പെട്ടെന്ന് കല്ലിൽ തട്ടി വീഴാൻ വേണ്ടി പോയപ്പോ ആ ഇമാം പറഞ്ഞു, അബൂ ഹനീഫത്തുൽ കുഫി റഹിമഹുള്ളാഹി പറഞ്ഞു, മോനെ വീഴല്ലേ എന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ പറയുന്ന പോലെ പറഞ്ഞു. ആ കുട്ടി ഉടനെ ഇമാമിനോട് പറഞ്ഞെന്താണെന്നറിയോ, ഇമാമേ, ഉസ്താദേ, ഞാൻ വീണാൽ എന്റെ മുട്ടേ പൊട്ടുകയുള്ളൂ, എന്റെ കൈക്ക് പോറൽ വരുള്ളൂ. പക്ഷെ അങ്ങെങ്ങാനും വീണു പോയാൽ ഈ സമുദായം മൊത്തം വീണു പോകുമെന്ന് ആ കുഞ്ഞ് ആ മഹാനായ പണ്ഡിതനോട് പറഞ്ഞതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആലിമ്യങ്ങൾ ഉലമാക്കൾ ആകാശത്ത് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെയാണ്. ആകാശത്ത് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെയാണ്. അവർ ഇരുളുകളിൽ നക്ഷത്രങ്ങൾ വെളിച്ചം കാണിക്കുന്നത് പോലെ, ഇരുളുകളിൽ സമുദ്രങ്ങൾക്കും കരകൾക്കും കടലുകൾക്കും ഒക്കെ വെളിച്ചം കാണിക്കുന്നത് പോലെ ഈ ഉമ്മത്തിന് വെളിച്ചം കാണിക്കേണ്ടവരാണ്, നക്ഷത്രങ്ങളെ പോലെ വെളിച്ചം കാണിക്കേണ്ടവരാണ് ഉലമാക്കൾ എന്ന് മഹത്തുക്കൾ പറഞ്ഞതായി നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ശരിയായൊരു ആലിമ് ഉണ്ടാകാതെ വന്നാൽ
ആലിമ്യങ്ങളല്ലാത്തവരെ മിമ്പറിലും മെഹ്റാബിലും കയറ്റുന്ന സാഹചര്യം വരും. ആലിമ്യങ്ങൾ പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കാതെ വന്നാൽ, ആലിമ്യങ്ങൾ ശരിയായ ആലിമ്യങ്ങൾ ഇല്ലാതായാൽ ജുഹാലികളെ, ജാഹിലിങ്ങളെ മിമ്പറും മെഹ്റാബും കൈകാര്യം ചെയ്യുന്നിടത്തേക്ക് എത്തിക്കും. എന്നിട്ട് പറയാണ് അവരോട് മസ്അല ചോദിക്കപ്പെടും. അവര് മസ്അലയ്ക്ക് ഫത്വ കൊടുക്കും. കിതാബ് പഠിക്കാതെ, ദർസിൽ പോയി കിതാബ് പഠിക്കാതെ ഫത്വ നൽകാൻ കൊടുക്കും. അവര് പരിഭാഷ വായിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസിൻ വായിച്ചിട്ടുണ്ടാവാം. എന്നിട്ട് അവരെ ഹദീസ് ഖുർആനൊക്കെ ഓതിയിട്ട് ഫത്വ കൊടുക്കാൻ തുടങ്ങും. അവരും വഴികെട്ടു പോകും, അവർ ജനങ്ങളിൽ വഴികെടുത്തും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്യാൻ. അവസാനിപ്പിക്കട്ടെ. ഇവിടെ ഞാൻ അബു യസീദ് അൽ ബിസ്താമിയുടെ ചരിത്രം പറഞ്ഞെടുത്ത്, ഒരു നല്ല ഉമ്മയ്ക്കാണ് നല്ലൊരു മകൻ ഉണ്ടായത്, ഒരു നല്ല ഉസ്താദിനാണ് നല്ല മുത്തഅല്ലിമീങ്ങൾ, നല്ല ആലിമീങ്ങൾ സനദ് വാങ്ങുന്നത്. ഞാൻ ഈ മക്കളെ മെയിനാറ് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും, ഭയങ്കര സന്തോഷം തോന്നും. റമദാൻ ആകുമ്പോൾ ഈ ദർസ് അടയ്ക്കുമ്പോണ്ടല്ലോ, മെയിനാറ് പള്ളി ഇരുട്ടിലായിപ്പോയി. കഴിഞ്ഞ റമദാൻ മെയിനാറ് പള്ളി ഇരുട്ടിലായിപ്പോയി. ഈ മുത്തഅല്ലിമീങ്ങളുടെ വെളിച്ചമില്ലാതായപ്പോ ഇപ്രാവശ്യം നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു, അൽഹംദുലില്ലാഹ് ആലിമീങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ കിതാബ് പഠിക്കുന്നവർ മാത്രമേ വീട്ടിലേക്ക് ഈ അവധിക്ക് പോകുന്നുള്ളൂ. ഹിഫ്ള് പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ റമദാൻ 27 വരെ ഉണ്ടാകും, ഈ മെയിനാറ് പള്ളിക്ക് പ്രകാശമായി അവരുണ്ടാകുമെന്ന് പറഞ്ഞത് വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആ ഉമ്മ ദുആ ചെയ്തതുപോലെ നമുക്ക് ദുആ ചെയ്യാം. ഇവിടെ രക്ഷകർത്താക്കൾ വന്നിട്ടുണ്ട്, ആ ഉമ്മാനെ പോലെയാവുക, അബു യസീദ് അൽ ബിസ്താമിയുടെ ഉമ്മാനെ പോലെ ഈ ഇരിക്കുന്ന രക്ഷകർത്താക്കളാവുക. ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരും അങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഉസ്താദുമാർ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്ന ആരാ? സ്വന്തം മക്കൾക്ക് വേണ്ടിയല്ല ദുആ ചെയ്യുന്നത്. ഞങ്ങളുടെ ഉസ്താദ് അബ്ദുൽ കരീം ഉസ്താദ് തഹജ്ജുദ് നമസ്കാരത്തിൽ പറയും, തഹജ്ജുദ് നമസ്കാരത്തിൽ ദുആ ചെയ്യുന്നത് തൗസീലിയായി പഠിക്കുന്ന 200-250 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് മൗലാനയും കരീം ഉസ്താദ് ദുആ ചെയ്യുന്നത്. ഈ ഇരിക്കുന്ന ഉസ്താദുമാരുണ്ടല്ലോ, അവരുടെ മക്കളെ കാണുന്നത് ആഴ്ചയിൽ 1 ദിവസമോ ആഴ്ച 2 ദിവസമാണ്. എന്നാൽ ആഴ്ചയിൽ 5-6 ദിവസം കാണുന്നത് നിങ്ങളുടെ മക്കളെയാണ്, നിങ്ങളുടെ മക്കളെയാണ്. അതുകൊണ്ട് ഉസ്താദുമാരോട് നമുക്ക് ഒരുപാട് ഹക്കുണ്ട്. ആലിമീങ്ങളെ, ഒരു ഉസ്താദുമാരോട് നമുക്ക് ഒരുപാട് ബാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരുടെ പൊരുത്തമാണ്, അവരുടെ പൊരുത്തമാണ് നിങ്ങൾ ഉന്നതിയിലേക്ക് എത്തുന്നത്. നിങ്ങൾക്ക് കിതാബിൽ കഴിവില്ലെങ്കിലും, നിങ്ങൾക്ക് പ്രഭാഷണത്തിൽ കഴിവില്ലെങ്കിലും, ഒരു പക്ഷേ പ്രഭാഷകനേക്കാൾ, ഒരു കിതാബിയായ ഒരു ആലിമിനേക്കാൾ പടച്ചവൻ ഉയർത്തുന്നതുണ്ടല്ലോ. ഒരു ഉസ്താദിനോടുള്ള അദബാണ്, ഒരു ഉസ്താദിനോടുള്ള ബഹുമാനമാണ്. ആ ഉസ്താദിനെ മറക്കാതെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് നിങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാരുണ്ടല്ലോ, അവരാണ് നിങ്ങളുടെ വഴികാട്ടികൾ, അവരാണ് നിങ്ങളുടെ റോൾ മോഡൽ. അതുകൊണ്ട് അവരെ ഒരിക്കലും മറക്കരുത്. മറ്റൊന്ന്, നിങ്ങൾക്ക് ആഹാരം തന്നവർ, നിങ്ങളെ സഹായിച്ചവർ, നിങ്ങൾക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്ത ഇതിന്റെ മാനേജ്മെന്റ്, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നമ്മുടെ 2 ആലിമീങ്ങളും ഉപരിപഠനത്തിന് വേണ്ടി പോവുകയാണ്, ദൈവത്തിലേക്ക് പോവുകയാണ്. പടച്ചവൻ നമ്മുടെ യാത്രയെല്ലാം എളുപ്പമാക്കി കൊടുക്കട്ടെ. 4000-ലധികം ആലിമീങ്ങൾ പഠിക്കുന്ന ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക കലാലയമായ ആ വലിയ യൂണിവേഴ്സിറ്റിയിലേക്കാണ് നമ്മുടെ ഹിദായത്തിൽ നിന്നും അവർ ഉപരിപഠനത്തിന് പോകുന്നത്. പടച്ചവൻ ഒരു ഖാസിമിയായി, ഒരു നല്ല ആലിമീങ്ങളായി, ബാഖവിയായി അല്ലാഹു അവരെ മടക്കി കൊണ്ടുവരട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യാൻ. അതിനോടൊപ്പം ഹിഫ്ള് പൂർത്തിയാക്കിയ ഏകദേശം 1 കൊല്ലം സംതിങ് അത്രയും സമയം കൊണ്ട് ഹിഫ്ള് പൂർത്തിയാക്കിയ ഒരു കൊച്ചുകുട്ടിക്ക് നമുക്ക് ഇന്ന് ഇവിടെ സനദ് നൽകുന്നുണ്ട്. അല്ലാഹു ആ കുഞ്ഞിനെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും പടച്ചവൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അല്ലാഹു സ്വീകരിക്കട്ടെ. ഒറ്റ കാര്യം പറയാം, ഒറ്റ കാര്യം. മഹാനായ അബൂ ഹസൻ അലി നദ്വി, അബൂ ഹസൻ അലി നദ്വി 100ഓളം അറബി കിതാബിന്റെ ഇന്ത്യയിലെ പണ്ഡിതൻ, 100 കണക്കിന് ഉറുദു കിതാബിന്റെ ഇന്ത്യയിലെ പണ്ഡിതൻ. ഇന്ദിരാഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോ ഇന്ദിരാഗാന്ധിയുടെ ഫോൺ കോള് ഒരു ഉസ്താദിന്റെ വീട്ടിലേക്ക്, ഒരു ഉസ്താദിന്റെ വീട്ടിലേക്ക്. എന്താ ഇന്ദിരാഗാന്ധി ചോദിച്ചത്? അങ്ങേ കാണാൻ അപ്പോയിന്റ്മെന്റ് തരുമോ എന്ന്.
ഉസ്താദിനെ കാണാൻ അപ്പോയിന്റ്മെന്റ് തരുമോ എന്ന് ഒരു പഞ്ചായത്ത് മെമ്പർ അല്ല ചോദിക്കുന്നത്. അപ്പൊ പഞ്ചായത്ത് മെമ്പർമാരോട് ചോദിക്കുന്നില്ല, കയറുമെന്ന് പൊട്ടിക്കയറുക. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉരുക്ക് വനിതയാണ് ചോദിക്കുന്നത് അപ്പോയിന്റ്മെന്റ് തരുമെന്ന്. അപ്പോയിന്റ്മെന്റ് കൊടുത്തു, കണ്ടു, സംസാരിച്ചു, അവര് പോയി. ഇത്രേ ഉള്ളൂ. ആ മഹാനായ ആ കുഞ്ഞുണ്ടല്ലോ, ചെറു കുഞ്ഞായിരുന്നപ്പോ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എനിക്ക് ഇംഗ്ലീഷ് അധ്യാപകനാകണോ എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, വേണ്ട മോനെ, നീ ഹാഫിളാവണം, നീ ആലിമാകണം. ആ കുഞ്ഞ് പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് അധ്യാപകനാവണം, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം പറഞ്ഞു. പക്ഷെ ഉമ്മ പറഞ്ഞു, വേണ്ട മോനെ, നീ ഹാഫിളാവ്, നീ ആലിമാവ്. ആ ഉമ്മയുടെ കത്ത്, നിരന്തരമായ കത്ത്, അത് കേട്ട് കണ്ട് വായിച്ച് ആ കുഞ്ഞ് ഹാഫിളായി, ആ കുഞ്ഞ് ആലിമായി, ഇംഗ്ലീഷ് പഠിച്ചു. 1970-80 കാലഘട്ടത്തിൽ ഏറ്റവും ഫ്ലൂവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച വടക്കേ ഇന്ത്യയിലെ മഹാപണ്ഡിതനായിരുന്നു അബു ഹസൻ അലി നദ്വി. അബു യസീദ് അൽ ബിസ്താമിയുടെ ഉമ്മാനെ പോലെ, അബു യസീദ് അൽ ബിസ്താമിയുടെ ഉസ്താദിനെ പോലെ അദ്ദേഹത്തിന്റെ ഉമ്മയും അദ്ദേഹത്തിന്റെ മശായിഖന്മാരും ആ രീതിയിൽ നിന്നപ്പോൾ ലോകമറിയുന്ന പണ്ഡിതനായി ആ മഹാപണ്ഡിതൻ മാറിയെങ്കിൽ ഇന്ന് നോക്കൂ, ദുബായി ചെന്നാൽ ഒരു റോഡിന്റെ പേര് അബു ഹസൻ അലി, എന്തായിട്ട് ചെയ്യുന്നത്, ഷാരി അബു ഹസൻ അലി നദ്വി. ഇന്ത്യയിലെ പണ്ഡിതന്റെ പേരിൽ ദുബായിൽ ഒരു റോഡിന്റെ പേരിട്ടിരിക്കുകയാണ്. സൗദി ഗവൺമെന്റ് 2 തവണയാണ് സൗദി ഗവൺമെന്റ് അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തത്. സൗദി ഗവൺമെന്റ് 1 തവണ അവാർഡ് കൊടുക്കാറുള്ളൂ, പക്ഷെ ഇദ്ദേഹത്തിന് 2 തവണ അവാർഡ് കൊടുത്തു. ആരാണ് അതിന്റെ പിന്നിൽ? അദ്ദേഹത്തിന്റെ ഉമ്മയായിരുന്നു, അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്നു, അദ്ദേഹത്തെ പഠിപ്പിച്ച മാനേജ്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് മാനേജ്മെന്റ് നിരാശപ്പെടേണ്ട, ഉസ്താദുമാരെ നിരാശപ്പെടേണ്ട. ഞങ്ങളെക്കാൾ ഭാഗ്യന്മാർ നിങ്ങളാണ്. ഇവരെ സഹായിക്കാൻ കഴിഞ്ഞ നബി തങ്ങൾ പറഞ്ഞല്ലോ, നീ ആലിമാവ്. ആലിമാകാൻ കഴിയില്ലെങ്കിലോ അല്ലെങ്കിൽ മുത്തഅല്ലിമാവ്. നിനക്ക് മുത്തഅല്ലിമാവാൻ കഴിഞ്ഞില്ല, ഈ മുത്തഅല്ലിമികളെ ഇഷ്ടപ്പെടുന്നവരാവ്, അവരെ സ്നേഹിക്കുന്നവരാവ്, അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നവരാവ്. ഇതിനും പറ്റാത്തവർ നമ്മുടെ നാട്ടിലുണ്ട്. ചെറുത് നടക്കുമ്പോ ഇത്ര ആളുകൾ മതിയോ? ഈ മുത്തഅല്ലിമികളെ സ്നേഹിക്കുന്ന ആളുകളായി നമ്മൾ മാറുമ്പോഴുണ്ടല്ലോ, പരലോകം നമ്മുടെ രക്ഷപ്പെടും, ആഖിറം രക്ഷപ്പെടും, ഖബർ വെളിച്ചമായി തീരും. അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. മഹത്തായി സദസ്സിനെ അല്ലാഹു കബൂലാക്കട്ടെ. ഈ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. 2 ആലിമ്യങ്ങൾക്ക് സനദ് കൊടുത്തവരെ കർമ്മരംഗത്തേക്ക് വിടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം ഈ ഇരിക്കുന്ന ഉസ്താദ്മാർക്കാണ്. പിന്നീട് മാനേജ്മെന്റിനാണ്. നിങ്ങളുടെ പ്രവർത്തനം പാഴാവൂല. ആഖിറത്തിൽ ഇതിന്റെ വെളിച്ചം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അള്ളാഹു കബൂലാക്കട്ടെ. എത്തിച്ചേർന്നവർക്കെല്ലാം അള്ളാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാ. ഈ സനദ്ദാന സമ്മേളനം, ഈ 73ാം വാർഷികം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതിലേക്ക് ക്ഷണിച്ച ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.